രാവിലെ വാൻഡ്രോസ് ജംഗ്ഷനിൽ നമ്മുടെ സബ്സ്റ്റേഷനെ വാൻഡ്രോസ് ജംഗ്ഷനിൽ മാസിന് ചെല്ലാമെന്ന് ഏറ്റിരുന്ന അച്ഛനാണ്. അവിടെ എത്താതെ വന്നതിൻ്റെ വെളിച്ചത്തിൽ റൂം തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ജോൺസനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെയാണ് പള്ളിമേടയിലെ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു. ഞായറാഴ്ച പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് ശേഷം ഉറങ്ങാൻ പോയി. ഇന്ന് രാവിലെ വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ലത്തീൻ സഭാംഗമായ ഫാദർ ജോൺസൺ തിരുവനന്തപുരം പത്തിയൂർ സ്വദേശിയാണ്. 1 വർഷം മുൻപായിരുന്നു വൈദിക പട്ടം സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ സഹോദരനും വൈദികനാണ്. ഇരുവരും ഒരുമിച്ചാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. ഫാദർ ജോൺസൺ മുൻ ഗുസ്തി താരം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ സഹവികാരിയായ ഫാദർ ജോൺസൺ നമ്മുടെ ഇടവക ജനങ്ങളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഇന്ന് രാവിലെ മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. വികാരി അച്ഛനാണ് പറയേണ്ടത്. ഞാൻ BCC കോർഡിനേറ്ററാണ്. രാവിലെ വാൻഡ്രോസ് ജംഗ്ഷനിൽ നമ്മുടെ സബ്സ്റ്റേഷനെ വാൻഡ്രോസ് ജംഗ്ഷനിൽ മാസിന് ചെല്ലാമെന്ന് ഏറ്റിരുന്ന അച്ഛനാണ്. അവിടെ എത്താതെ വന്നതിൻ്റെ വെളിച്ചത്തിൽ റൂം തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ മാറ്റിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കൊണ്ടുവരുമെന്നാണ് അറിയിക്കുന്നത്. അസുഖമുള്ളതായിട്ട് നമ്മുടെ ഇതിൽ അറിയില്ല. ഹൃദയസ്തംഭനമായിരിക്കാമെന്ന് നമ്മൾ സംശയിക്കുന്നു.